ഈ ഭീകരാക്രമണത്തിന് കളമൊരുങ്ങിയത് എങ്ങനെയെന്ന് വിശദമായ പഠനം നടത്തിയതിനു ശേഷം മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഒരുക്കി ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഏത് പ്രതിരോധത്തെയും മറികടന്നുകൊണ്ട് പാക് മണ്ണിൽ ആക്രമണം നടത്താനുള്ള കരുത്തുണ്ട് ഇന്ത്യക്ക് എന്ന് തെളിയിക്കുകയാണ്. പാക് അധിനിവേശ കശ്മീരിലല്ല, അതിനപ്പുറത്തേക്ക് ബാലാക്കോട്ട് പോലെയുള്ള പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ പാക് പിന്തുണയോടെ ഭീകരർ നടത്തുന്ന പരിശീലന ക്യാമ്പുകൾ തകർക്കാനുള്ള ശേഷിയുണ്ടെന്ന് ഇന്ത്യ പണ്ടേ തെളിയിച്ചതാണ്. 2016-ലും 2019-ലും കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ചുട്ട മറുപടി കൊടുത്തതാണ്. ഉറിയിലെ ഭീകരാക്രമണത്തിൽ 19 സൈനികർ കൊല്ലപ്പെട്ടതും പുൽവാമയിൽ 40 CRPF ഭടന്മാർ കൊല്ലപ്പെട്ടതിനും പാകിസ്ഥാൻ കൃത്യമായി വില നൽകിയതാണ്. പുൽവാമ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ജയ്ഷെ മുഹമ്മദിന്റെ 300ഓളം തീവ്രവാദികളെ ചുട്ടു ചാമ്പലാക്കിയതിന്റെ ഓർമ്മ പാകിസ്ഥാന് നഷ്ടപ്പെട്ടെങ്കിലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാനെ കാത്തിരിക്കുന്നത്, പാക് ഭീകര സംഘടനകളെ കാത്തിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് ആവില്ല, അതിനേക്കാൾ കടുത്ത ആക്രമണമായിരിക്കുമെന്ന് തീർച്ച. ഇന്ത്യയുടെ മണ്ണിലെ ഭീകരവാദത്തിന്റെ അടിവേരിളക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് മോദിയും അമിത്ഷായും ഭാരതവും. ഭാരത ജനത ഒറ്റക്കെട്ടായി അവരെ പിന്തുണയ്ക്കുന്നു. പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ ഇന്ത്യ വെറുതെ വിട്ടിട്ടും അവർ പാഠം പഠിക്കാതെ ഈ രാജ്യത്തെ ചൊറിയാനിറങ്ങിയാൽ, ഈ രാജ്യത്തിന് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനിറങ്ങിയാൽ ചുട്ട മറുപടി കൊടുത്തേ മതിയാവൂ. അതുണ്ടാവുമെന്ന് തീർച്ച. തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. കാരണം ഇത് പഴയ ഇന്ത്യയല്ല.